ലോകത്ത് ആദ്യമായി അണുബോംബ് വർഷിച്ച ദിവസം. Hiroshima was instantly transfigured. 1945 ഓഗസ്റ്റ് 6 ഹിരോഷിമയുടെ കറുത്ത ദിനം. ജപ്പാൻ എന്ന രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ ദിനം. അന്ന് രാവിലെ 8:15 ആദ്യമായി മനുഷ്യർക്ക് നേരെ ആറ്റം ബോംബ് ആക്രമണം നടന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാനെ പരാജയപ്പെടുത്താനായി അമേരിക്ക കണ്ടെത്തിയ അവസാന മാർഗമായിരുന്നു ആ അണുബോംബ് സ്ഫോടനം. 1945 ജൂലൈ 25 അമേരിക്കൻ വ്യോമസേനയുടെ പസഫിക് മേഖല കമാൻഡർ ജനറലായ കാൾ സ്പോർട്സിന് ജപ്പാനിലെ 2 നഗരങ്ങളിൽ ആറ്റം ബോംബ് പ്രയോഗിക്കാനുള്ള നിർദ്ദേശം അമേരിക്ക നൽകി. 40,000-ഓളം ജപ്പാനീസ് സൈനികർ ഉൾപ്പെടുന്ന സെക്കൻഡ് ജനറൽ ആർമിയുടെ ആസ്ഥാന മന്ദിരം സ്ഥിതി ചെയ്യുന്ന ഹിരോഷിമ നഗരത്തെയാണ് ആദ്യം ഇതിനായി ടാർഗറ്റ് ചെയ്യുന്നത്. ദൗത്യം നിറവേറ്റാൻ അമേരിക്കൻ വ്യോമസേനയുടെ B-29 ബോംബർ വിമാനമായ എനോള ഗേ എന്ന ബോംബർ വിമാനത്തെ തയ്യാറാക്കി. ജനറൽ പോർട്ടിപ്സ് എന്ന പൈലറ്റിനെ ആയിരുന്നു വിമാനം പറത്താൻ നിയോഗിച്ചിരുന്നത്. ലിറ്റിൽ ബോയ് എന്നായിരുന്നു ആ മാരകമായ അണുബോംബിന്റെ പേര്. യുറേനിയം 235 ഐസോടോപ്പിനെ ലെഡ് കൊണ്ട് ആവരണം ചെയ്ത് നിർമ്മിച്ച ഈ ബോംബിന് 12,500 ടൺ TNT പ്രഹരശേഷി ഉണ്ടായിരുന്നു. അങ്ങനെ ആ ദിവസം വന്നെത്തി. ദൗത്യം ആരംഭിക്കാൻ സമയമായി. 1945 ഓഗസ്റ്റ് 6 അണുബോംബ് വഹിച്ചുള്ള ബോംബർ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നു. പസഫിക്കിലെ ടീനിയൻ ഐലൻഡ് എന്ന ഐലൻഡിൽ നിന്നാണ് ഈ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നത്. അങ്ങനെ ലിറ്റിൽ ബോയ് എന്ന ബോംബുമായി എനോള ഗേ വിമാനം പറന്നുയർന്നു. വിമാനം പൈലറ്റായിരുന്ന പോൾ ടിബറ്റ്സ് ഹിരോഷിമയെ ലക്ഷ്യമാക്കി പറത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് 2 വിമാനങ്ങളും രഹസ്യാന്വേഷണത്തിനും ശാസ്ത്രീയ നിരീക്ഷണത്തിനുമായി കൂടെയുണ്ടായിരുന്നു. രാവിലെ 7 മണിക്ക് ഒരു അമേരിക്കൻ വിമാനം ഹിരോഷിമയെ സമീപിക്കുകയും നഗരമൊഴിയാനായി താമസക്കാർക്ക് മുന്നറിയിപ്പ് നൽകുന്ന ലഘുലേഖകൾ വിമാനത്തിൽ നിന്ന് ഉപേക്ഷിക്കുകയും ചെയ്യും. ഹിരോഷിമയെ അമേരിക്കൻ സൈനികർ ലക്ഷ്യം വെക്കുന്നുണ്ടെന്നും മാരകമായ ആ ബോംബിങ്ങിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ അവിടെ നിന്ന് മാറണമെന്നും ആ ലഘുലേഖയിൽ ഉണ്ടായിരുന്നു. സമയം രാവിലെ 8:15. വിമാനത്തിൽ നിന്നും ലിറ്റിൽ ബോയ് എന്ന ആ മാരക അണുബോംബിനെ ഒരു പാരച്യൂട്ടിൽ താഴേക്ക് ഇറക്കിവിടുന്നു. പാരച്യൂട്ടില്ലാതെ ബോംബ് വിക്ഷേപിക്കുകയാണെങ്കിൽ ഈ ദൗത്യത്തിൽ ഏർപ്പെട്ട വിമാനവും ആ ബോംബ് സ്ഫോടനത്തിൽ നശിക്കും. പാരച്യൂട്ടിൽ ഈ ബോംബ് പതിയെ താഴേക്ക് വരുന്ന സമയം കൊണ്ട് അമേരിക്കൻ വിമാനങ്ങൾ അവിടെ നിന്നും കുറെ ദൂരത്തേക്ക് പറന്ന് മാറുകയാണ്. അങ്ങനെ ആ ബോംബ് 1900 അടി, അതായത് 580 മീറ്റർ ഉയരത്തിൽ ഹിരോഷിമയ്ക്ക് മുകളിൽ എത്തിയിരിക്കുകയാണ്. അതേ ഉയരത്തിൽ വെച്ച് തന്നെയാണ് ആ അണുബോംബ് പൊട്ടിത്തെറിക്കുന്നത്. ഹിരോഷിമയ്ക്ക് മുകളിൽ ഒരു വലിയ തീഗോളമായി ആ ബോംബ് മാറുകയാണ്. ആ പൊട്ടിത്തെറിയിലൂടെ മർദ്ദമുള്ള ഒരു വേവ് അവിടെ നിന്ന് പുറപ്പെടുവിക്കുകയാണ്. ആ ബോംബ് വീണ സ്ഥലത്തിന് ചുറ്റും ഈ വേവ് സഞ്ചരിക്കുകയാണ്. ഈ വേവിനൊപ്പം തന്നെ കെട്ടിടങ്ങളും ആളുകളും എല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ നഗരത്തെ ആ ബോംബ് വിഴുങ്ങുകയാണ്. ദശലക്ഷക്കണക്കിന് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ആ ബോംബ് സ്ഫോടനത്തിലുണ്ടായ ചൂടിന്റെ അളവ്. ഇത് ആ നഗരത്തെ മുഴുവനായും കത്തിക്കുകയാണ്. അവിടെ നിന്നും കിലോമീറ്ററുകളോളം ദൂരം ഈ തീ സഞ്ചരിക്കുകയാണ്. ഏതാണ്ട് 70,000 മുതൽ 80,000 വരെ ആളുകൾ തലക്ഷണം മരിക്കുകയും 10,000-കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്നു. നഗരത്തിലെ പ്രധാന കെട്ടിടങ്ങളെല്ലാം നശിക്കുന്നു. അങ്ങനെ ബോംബ് ആക്രമണത്തിന് ശേഷം ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും എടുത്ത് ഒരുപാട് പേരാണ് മരണപ്പെട്ടത്. നേരിട്ട് അണുബോംബ് സ്ഫോടനം ഏറ്റ് മരിച്ചവർ, ഈ ബോംബിന്റെ അതിശക്തമായ റേഡിയേഷൻ മൂലം പരിക്കേറ്റ് കുറച്ച് നാളുകൾക്ക് ശേഷം മരിച്ചവർ, അനുബന്ധ രോഗങ്ങൾ ബാധിച്ച് മരിച്ചവർ. അങ്ങനെ ആ അണുബോംബ് സ്ഫോടനത്തോടു കൂടി 2ാം ലോക മഹായുദ്ധം അവസാനിക്കുകയാണ്. അണുബോംബ് സ്ഫോടനത്തിന് ശേഷം 3 ദിവസം കഴിഞ്ഞ് ജപ്പാൻ ഗവൺമെന്റ് അമേരിക്കയുമായുള്ള യുദ്ധത്തിൽ കീഴടങ്ങിയതായിട്ട് പ്രഖ്യാപിക്കുകയാണ്. സൂര്യന് തുല്യം ഉയർന്നു പൊങ്ങിയ തീജ്വാലകള് ഹിരോഷിമ നഗരത്തെ ചുട്ട് ചാമ്പലാക്കി. പർവ്വത സമാനമായ പുക കൂണാകൃതിയിലെ 40,000 അടി ഉയരത്തിൽ വരെ ഉയർന്നു പൊങ്ങി. 1000 അടി ഉയരം വരെ പൊടിപടലങ്ങളെ ചുഴറ്റിയടിച്ചു.